കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് പ്രേക്ഷകർ അറിയണം ആഴത്തിൽ തന്നെ. ഒരുപക്ഷെ ഒരു മൂന്നാം ലോക രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവര വിപ്ലവ പദ്ധതിയായി മാറുമായിരുന്ന ഒന്നായിരുന്നു കേരളത്തിന്റെ കെ ഫോൺ പദ്ധതി. എന്താണ് കെ ഫോൺ പദ്ധതി എന്ന് ഒന്ന് കേൾക്കൂ. കെ ഫോൺ പദ്ധതി ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത്, ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ഒപ്റ്റിക്കൽ ശൃംഖല വഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ, അതാണ് കെ ഫോൺ പദ്ധതി. ഇതിൽ ആരാണ് നടപ്പാക്കുന്നത് എന്നത് കൂടി അറിയണം. KSEB-യും KSITL-ഉമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ് ഏജന്റുകൾ. ഇതിൽ സർക്കാരിന് 2%, KSEB-ക്ക് 49%, KSITL-നും 49% ഓഹരി. ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഓർമ്മിക്കണം, 20 ലക്ഷത്തോളം വീടുകൾ, നിർധനരായ ആളുകൾ. ആ വീടുകളിലേക്ക് സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി 10 MB/s മുതൽ 1 GB/s വരെ വേഗതയിൽ ഇന്റർനെറ്റ് സൗജന്യമായി 20 ലക്ഷത്തോളം വീടുകളിൽ. പദ്ധതി എവിടെ എത്തി എന്ന് പൂർത്തീകരിക്കും. 2020 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാണ് പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത്. കോവിഡ് വന്നതോടെ പദ്ധതി തടസ്സപ്പെട്ടു. ഇതിനകം 28,000 കിലോമീറ്റർ കോൾ നെറ്റ്വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 24,000 കിലോമീറ്റർ കൂടി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മൊത്തം ചിലവ് 1516.76 കോടി രൂപ. ഇതിൽ ഭൂരിഭാഗവും കിഫ്ബിക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ ലോണായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. ഈ പദ്ധതിയുടെ 3 പ്രധാനപ്പെട്ട ഓഹരി ഉടമകളെ നമ്മൾ കാണണം. അതിലൊന്ന് KSEB ആണ്, 49% ഓഹരി. മറ്റൊന്ന് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, KSITL 49%, പിന്നെ 2% സർക്കാരിനും. ഇനി ഇതൊരു കൺസോർഷ്യം വഴിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൺസോർഷ്യം നടപ്പാക്കുന്നതിന്റെ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിനാണ്. ബെല്ലും ഒപ്പം റെയിൽടെൽ എന്ന പൊതുമേഖലാ സ്ഥാപനവും. ഈ റെയിൽടെല്ലിന്റെ സ്പെക്ട്രം ലൈസൻസ് ആണ് ഈ കെ ഫോണിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ 2 സ്വകാര്യ ഏജൻസികളെ കൂടി ഈ കൺസോർഷ്യത്തിൽ ചേർത്തിരിക്കുന്നു. അതിലൊന്ന് SRIT എന്ന സ്ഥാപനം, മറ്റൊന്ന് LS കേബിൾസ് ആൻഡ് സിസ്റ്റംസ് എന്ന സ്ഥാപനം. ഈ കൺസോർഷ്യമാണ് 52,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കെ ഫോണിന്റെ കേബിൾ ശൃംഖലയെ പരിപാലിക്കുന്നതും അത് സ്ഥാപിക്കുന്നതും എന്നർത്ഥം. ഇനി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ അതറിയണം. നേട്ടങ്ങൾ കെ ഫോൺ സമ്മാനിക്കുന്നത് സംസ്ഥാനത്തെ IT മേഖലയിലെ വൻ കുതിപ്പാണ് സാധ്യമാകുന്നത്. ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഈ ഗ്രാഫ് നമ്മളോട് പറയും. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് കടക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാവും. സർക്കാർ സേവനങ്ങളെ കൂടുതൽ ഫയലിംഗ് വഴിയും ഗവേണൻസ് വഴിയും ജനങ്ങളിലേക്ക് അടുപ്പിക്കും. ഹെൽത്തും കൊമേഴ്സും കുറഞ്ഞ ചെലവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടും. IT പാർക്ക്, എയർപോർട്ട്, തുറമുഖം തുടങ്ങിയവയിൽ ഹൈസ്പീഡ് കണക്ടിവിറ്റി കേബിൾ TV-ക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും. ട്രാഫിക് മാനേജ്മെന്റിനുള്ള സൗകര്യം ലഭ്യമാണ്. ഗ്രാമങ്ങളിൽ ചെറുകിട സംരംഭങ്ങൾക്ക് കൊമേഴ്സ് വഴി വിൽപ്പന നടത്താനുള്ള സൗകര്യവും നിലവിൽ കെ ഫോൺ ഒരുക്കും. ഒരുപക്ഷെ ഈ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളിൽ ലൈഫ് മിഷനോടൊപ്പം നിൽക്കുന്ന ഒന്നായി തീരുമായിരുന്നു ഈ കെ ഫോൺ പദ്ധതി എന്നർത്ഥം. ഇനി ചില കണക്കുകൂട്ടലുകളുണ്ട്, അതുകൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വിവാദങ്ങൾക്കും ED ശിവശങ്കറിലൂടെ കെ ഫോണിലേക്ക് എത്തുന്നതിനെ കുറിച്ചുമുള്ള സംശയങ്ങൾ കൂടിയാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. കെ ഫോൺ വന്നാൽ എന്ത് സംഭവിക്കും? കെ ഫോൺ വന്നാൽ ആർക്കാണ് അതിന്റെ ക്ഷീണം? ഈ കണക്കുകൾ നമ്മളോട് ആ കഥ പറയും. കെ ഫോൺ നിലവിൽ ഇന്റർനെറ്റിന്റെ നെറ്റ് കണക്ടിവിറ്റിയുള്ള പ്രധാനപ്പെട്ട ഉപഭോക്താക്കളിലേക്ക് സൗജന്യമായോ മിതമായോ എത്തുമ്പോൾ എത്ര കോടിയുടെ നഷ്ടമാണ് സ്വകാര്യ സംരംഭകർക്കുണ്ടാവുക എന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. KSEB-ക്ക് നിലവിൽ 1000-ഓളം ഓഫീസുകൾ എല്ലാം കൂടി കൂട്ടി. ആ 1000 ഓഫീസുകൾക്ക് ഒരു വർഷത്തെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ചിലവ് 15 കോടിയാണ് എന്നിരിക്കട്ടെ. പഞ്ചായത്തുകളെയും വില്ലേജ് ഓഫീസുകൾക്കുമുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് ഒരു വർഷം കൊടുക്കുന്നത് 40 കോടിയാണ് എന്ന് കരുതുക. സിവിൽ സ്റ്റേഷനിൽ അഥവാ കളക്ടറേറ്റുകളിലും അത് അനുബന്ധ ഓഫീസുകളിലേക്കുമായി 20 കോടി രൂപ ഒരു വർഷം ചെലവാകുന്നുണ്ടെന്ന് കണക്കാക്കൂ. മറ്റ് ഓഫീസുകളിൽ 75 കോടി. ഇങ്ങനെ സർക്കാരിന്റെ ഓഫീസിൽ മാത്രം ഒരു വർഷം ഇപ്പോഴത്തെ നിലയിൽ ഇന്റർനെറ്റിന് അടയ്ക്കേണ്ട ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് 150 കോടി രൂപയാണ്. ഒരു വർഷത്തെ കണക്കാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്. 150 കോടി ഇപ്പോൾ വിവിധ സർക്കാർ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നത് BSNL മാത്രമല്ല,
ACVയുടെയും ഒപ്പം ജിയോയുടെയും അടക്കമുള്ള സ്വകാര്യ സംരംഭകരുടെ കൂടി നെറ്റ് കണക്ടിവിറ്റിയാണ് സർക്കാർ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഈ 180 കോടിക്ക് പുറമെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഗ്രൂപ്പ് 20 ലക്ഷം വീടുകളാണ്. ഈ നിർധനരായ 20 ലക്ഷം വീടുകളിലേക്ക് ഇപ്പോൾ ശരാശരി 199 രൂപയുടെ അടിസ്ഥാന നെറ്റ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മാസം എന്ന കണക്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്താൽ 477 കോടി രൂപയുടെ ഡാറ്റ മൂല്യമുണ്ട്. ഈ 20 ലക്ഷം വീടുകൾ അടിസ്ഥാന നിരക്കായ 199 പ്രതിമാസം ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ കെ ഫോൺ വരുന്നതോടുകൂടി പൂർണ്ണമായും ഈ നിർധനരായ ഈ 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കും. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് നെറ്റ് സംവിധാനം ഉപയോഗിച്ച് ഓൺലൈൻ പഠനം നടത്താം. ഈ ഹെൽത്തും ഇ കൊമേഴ്സും ഈ വീടുകളിലേക്ക് എത്തിക്കും. പക്ഷേ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മിതമായ നിരക്കിൽ ബാക്കി നിൽക്കുന്ന 90 ലക്ഷം വീടുകളിലേക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 199 രൂപയാണ് അടിസ്ഥാന റേറ്റ്. പക്ഷേ 600ഉം 700ഉം ടെലിവിഷനോടക്കമുള്ള നെറ്റ് പാക്കേജുകൾ എടുക്കുമ്പോൾ 999 രൂപയും കൊടുക്കുന്ന വീടുകൾ 100 രൂപയ്ക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രതിമാസം വീട്ടിലേക്ക് എത്തിയാൽ 90 ലക്ഷം വീടുകളിൽ കെ ഫോൺ എത്തുന്ന പക്ഷം സ്വകാര്യ സംരംഭകർക്ക് നഷ്ടമാകുന്നത് 1080 കോടി രൂപയാണ്. ചുരുക്കത്തിൽ ഈ കാറ്റഗറിയിൽപ്പെട്ടവരും ഒപ്പം 20 ലക്ഷം വരുന്ന നിർധനരായ വീടുകളിലെ ഈ സൗജന്യമായി കെ ഫോൺ എത്തുന്ന ഒരു ഘട്ടത്തിൽ, സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും കെ ഫോണിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിൽ ഒരു വർഷം കേരളത്തിൽ ഡാറ്റ മൂല്യത്തിന്റെ നഷ്ടമുണ്ടാവുന്നത്, ഡാറ്റ വിൽപ്പനയിൽ നഷ്ടമുണ്ടാവുന്നത് ഈ സ്വകാര്യ ഏജൻസികൾക്ക് 1707 കോടി രൂപയാണ്. ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് സ്വകാര്യ സംരംഭകർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ വില കണക്കാക്കാതെയാണ്. അതുകൂടി വന്നാൽ 2500 മുതൽ 3000 കോടി രൂപയുടെ നഷ്ടം ഒരു വർഷം കെ ഫോൺ ഈ സ്വകാര്യ സംരംഭകർക്ക് വരുത്തും. അങ്ങനെ വന്നാൽ കെ ഫോൺ പദ്ധതി വരാതിരിക്കുക എന്നത് ആരുടെ താല്പര്യമാണെന്ന് തിരിച്ചു ചിന്തിക്കേണ്ടി വരും. ഇതൊക്കെ സംശയങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ കണക്കുകൾ യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും